ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടൈം ഫോർ ഗ്രേറ്റ്നസ്. നമ്മുടെ ചുറ്റും എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ്സ് ഉണ്ടായിരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ നമ്മുടെ ചാനലിൽ നിന്നും വെയർ യുവർ ഇൻസ്പിറേഷൻ എന്ന കോൺസെപ്റ്റിൽ 2 ടീഷർട്ടുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലൊരു ടീഷർട്ട് ഡ്രീമറായിരിക്കാൻ പാടില്ല, ഡൂവറായി മാറണം എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് നമ്മൾ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, ചെയ്യുന്നവരായി മാറണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ നൽകുന്നതാണ് ഈ ഡ്രീമറിൽ നിന്ന് ഡൂവർ ആക്കുന്ന ടീഷർട്ട്. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഏറ്റവും വലിയൊരു ബില്യനെയറും ഇൻസ്പിറേഷനുമായ എലോൺ മസ്കിന്റെ ചിത്രമുള്ള ടീഷർട്ട്. അതിൽ എലോൺ മസ്കിന്റെ കോട്ടായിട്ടുള്ള ഡിഗ്രീസ് ജസ്റ്റ് പേപ്പർ, ഇന്റലിജൻസ് ഡസന്റ് ഡിപ്പെൻഡ് ഓൺ ഗ്രേഡ്സ്, ഈ എഴുത്തും പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് രണ്ടാമത്തെ ടീഷർട്ട്. ഈ ടീഷർട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ധാരാളം പേർ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം വളരെ നല്ല ഫീഡ്ബാക്കും നൽകിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ടീഷർട്ട് പർച്ചേസ് ചെയ്യൂ. വിയർ യുവർ ഇൻസ്പിറേഷൻ എന്ന ഈ മൂവ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. ശരി, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ അവരുടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അലോൺ ആയിട്ട് തന്നെ ആയിരിക്കും. ഇതിനുള്ള പ്രധാനപ്പെട്ട 9 കാരണങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാവരും തന്നെ ഫ്രണ്ട്ഷിപ്പും റിലേഷൻഷിപ്പും അതുപോലെ ആളുകളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഒരുപാടധികം വാല്യൂ ചെയ്യുമെങ്കിലും സ്റ്റഡീസ് പ്രകാരം നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഹയർ ഐക്യു ഉള്ള ആളുകൾ ലെസ് സോഷ്യൽ ഇൻ്ററാക്ഷൻസിലാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് എന്നതാണ്. ഇതിന് ഒരുപാട് അധികം കാരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും വളരെ പ്രധാനപ്പെട്ട 9 കാരണങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ആദ്യത്തേത്, ദേ വാല്യൂ പ്രൊഡക്ടിവിറ്റി. നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഒറ്റയ്ക്ക് ചെയ്യുന്നതിലും നല്ലത് ഒരു ടീമായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയൊക്കെ ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഒരല്പം വീക്ക് ആണെങ്കിൽ പോലും നമുക്ക് കൂടുതൽ സ്ട്രോങ് ആയിരിക്കാൻ ഒരു ടീം നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. എന്നാൽ ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് വളരെയധികം ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അവർ എപ്പോഴും ഒരു ടീമിൽ വർക്ക് ചെയ്യുന്നതിന് പകരം ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇതിന് കാരണം അവർക്ക് ടീം ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് അവർ ഒറ്റയ്ക്ക് ജോലി ചെയ്യുമ്പോഴാണ് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടും പ്രോഡക്റ്റീവായിട്ടും അവർക്ക് ജോലി ചെയ്യാൻ പറ്റുക എന്നൊരു ധാരണ ഉള്ളതുകൊണ്ടാണ്. രണ്ടാമത്തേത്, ദേ ഓഫൻ ഹാവ് എ വെരി ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. വളരെയധികം ഇൻ്റലിജൻറ്റും ക്രിയേറ്റീവുമായിട്ടുള്ള ആളുകൾ പലപ്പോഴും അവരുടെ ലൈഫിൽ ഒരുപാടധികം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുകയും അതിൽ നിന്നും ഒരുപാടധികം കാര്യങ്ങൾ ഇൻഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇക്കാരണം കൊണ്ട് തന്നെ അവരുടെ പേഴ്സ്പെക്റ്റീവ്സും അവരുടെ ഇൻസൈറ്റും ഒക്കെ ഒരുപാടധികം ഡിഫറെൻ്റ് ആയിരിക്കും മറ്റുള്ള ആളുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഇത്തരത്തിൽ യുണീക്ക് ആയിട്ടുള്ള പെർസെപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കണ്ടെത്താൻ സാധിക്കാത്ത പല സട്ടിലായിട്ടുള്ള പാറ്റേൺസ് പോലും കണ്ടെത്താനും അത് റെക്കഗ്നൈസ് ചെയ്യാനുമുള്ള എബിലിറ്റി ഉള്ളവരായിരിക്കും ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ. മൂന്നാമത്തേത്, ദേ ആർ കംഫർട്ടബിൾ ബീങ് ഡിഫറെൻറ്റ്. മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആളുകൾ വളരെ ലോണേഴ്സും അതുപോലെ സ്ട്രേഞ്ചും അൺയൂഷ്വലുമായിട്ടൊക്കെ തോന്നുമെങ്കിലും ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് സോളിറ്റ്യൂഡും അതുപോലെ സൈലൻസും ഒക്കെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം അവർക്ക് ആരോടും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ കംഫർട്ടബിൾ ആക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെയാണ്. നാലാമത്തേത്, സോളിറ്റ്യൂഡ് ഹെൽപ്സ് ദം അപ്രീഷിയേറ്റ് അതേഴ്സ് മോർ. കൂടുതൽ സമയം അലോൺ ആണെന്ന് കരുതി അവർക്ക് മനുഷ്യന്മാരോട് വെറുപ്പോ അല്ലെങ്കിൽ അവരോട് പെരുമാറാനുള്ള ഇഷ്ടക്കുറവോ ഒന്നും തന്നെയില്ല, മറിച്ച് ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുക എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒറ്റയ്ക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ ജനറസ് ആയ ആളുകളുമായിട്ട് പെരുമാറാൻ അവർക്ക് സാധിക്കുന്നു. വളരെയധികം ലാർജ് ഗ്രൂപ്പിൽ ഒരു റെഗുലർ ബേസിസിൽ അവർ സോഷ്യലൈസ് ചെയ്യുന്നില്ല എങ്കിലും വളരെയധികം ക്വാളിറ്റി ഉള്ള ഒരു സ്മോൾ ഫ്രണ്ട്സ് സർക്കിൾ തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടായിരിക്കും. ഇത് അവരുടെ ഇൻ്റലക്റ്റിനെയും നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അഞ്ചാമത്തേത്, ദേ ഡോണ്ട് സീക്ക് സോഷ്യൽ വാലിഡേഷൻ. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്നതും മറ്റുള്ളവരെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു വാലിഡേഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ എത്ര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളും തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഏതെങ്കിലും തരത്തിലുള്ള വാലിഡേഷൻസ് സീക്ക് ചെയ്യുന്നുമുണ്ട്. എന്നാൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും അവർ കാണുന്ന എല്ലാവരിൽ നിന്നും ഇത്തരത്തിലുള്ള വാലിഡേഷൻസ് സ്വീകരിക്കാറില്ല, മറിച്ച് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന് മാത്രമുള്ള വാലിഡേഷൻസേ അവർ സ്വീകരിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാടധികം നെഗറ്റീവ് ഒപ്പീനിയൻസ് വന്നാലും അത് അവരെ ബാധിക്കാതെ പോവുകയും ഇത്തരത്തിലുള്ള അപ്രൂവൽസിന് വേണ്ടി ഒട്ടും ഡെസ്പറേറ്റ് അല്ലാതെ ആവുകയും ചെയ്യുന്നു. ആറാമത്തേത്, ദേ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം റീഡിങ്. നമ്മുടെ ഇൻ്റലക്റ്റിനെ ഏറ്റവും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹാബിറ്റാണ് റീഡിംഗ് എന്ന് പറയുന്നത്. ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ വളരെ എവിഡ് റീഡേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും അവരെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഏഴാമത്തേത്, ദേ ആർ നോട്ട് അഫ്രെയ്ഡ് ഓഫ് മിസ്സിങ് ഔട്ട്. പലപ്പോഴും നമ്മളെ ഏറ്റവും അധികം ട്രിഗർ ചെയ്യുന്നൊരു ആങ്സൈറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതായിരിക്കും. എന്നാൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ളൊരു ആങ്സൈറ്റി ഉണ്ടാവുന്നില്ല.
കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള മിസ്സിംഗ് ഔട്ടിനെ ഓവർകം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ മീനിങ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് അവർ സ്ട്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെ സെൽഫ് ഫുൾഫിൽഡും സാറ്റിസ്ഫൈഡുമായിട്ടാണ് ഉണ്ടായിരിക്കുക. എട്ടാമത്തേത്, ദേ ഓഫൺ ഹാവ് ഡിഫറെൻറ്റ് സ്കെഡ്യൂൾസ്. മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്ലീപ്പ് സൈക്കിൾസും വർക്ക് സ്കെഡ്യൂൾസുമുള്ള ആളുകളായിരിക്കും. വളരെ സ്മാർട്ടായിട്ടുള്ള ആളുകൾ നൈറ്റ് ഔൾസ് ആയിട്ട്, അതായത് രാത്രിയിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. നൈറ്റ് ഔൾസിൻ്റെ പ്രത്യേകത അവർ വളരെ ക്രിയേറ്റീവും ആംബീഷ്യസും ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ രാത്രിയിൽ കൂടുതൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുകയും പകൽ വിശ്രമിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവരുടെ സ്കെഡ്യൂൾസ് മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കുകയും അതുകൊണ്ട് കൂടുതൽ സോഷ്യലൈസ് ചെയ്യാനുള്ള ചാൻസസ് അവർക്ക് ലഭിക്കാതെ പോവുകയും ചെയ്യുന്നു. എന്നാൽ അതിൽ ഒട്ടും തന്നെ വിഷമമില്ലാത്തവരുമാണ് ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ. ഒൻപതാമത്തേത്, ദേ നീഡ് മോർ ക്വയറ്റ് ടൈം ഫോർ ഡിസിഷൻസ്. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ടുള്ള കൺസിഡറേഷൻ നടത്തിയിട്ട് മാത്രമേ അവരുടെ തീരുമാനങ്ങൾ എടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ദേ പ്രിഫർ ക്വയറ്റ് അലോൺ ടൈം ഫോർ ടേക്കിംഗ് ഡിസിഷൻസ്. അവർ കൂടുതൽ സമയമെടുത്ത് കാര്യങ്ങൾ വ്യക്തമായി അനലൈസ് ചെയ്തതിന് ശേഷം അവർക്ക് പറ്റാവുന്ന അത്രയും ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് അതിൽ നിന്നും നല്ല ഒരു ഇൻഫറൻസ് എടുത്തതിന് ശേഷം മാത്രമേ അവർ അവരുടെ ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കാറുള്ളൂ. ലൈഫിൽ കൂടുതൽ ഹാപ്പി ആവണമെങ്കിൽ നമ്മൾ കൂടുതൽ ഹ്യൂമൻ ഇൻ്ററാക്ഷൻസ് ഉണ്ടാവണം, അതായത് കൂടുതൽ ആളുകളുമായിട്ട് ഇടപഴകണം എന്നൊരു ധാരണ പലർക്കും ഉണ്ടായിരിക്കും. എന്നാൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് കൂടുതൽ കണ്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അലോണായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളുടെ ലക്ഷണം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് അലോൺ ടൈം പ്രിഫർ ചെയ്യുന്നു എന്നതിനെ പറ്റിയുള്ള 9 റീസൺസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ ലൈഫിൽ കൂടുതൽ അലോൺ ടൈം പ്രിഫർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അലോൺ ടൈം പ്രിഫർ ചെയ്യുന്നത്, അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റി കമൻറ്റ് ചെയ്ത് അറിയിക്കുക.